ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ദശാംശ സംഖ്യകൾ എന്ന പാട്ടിൽ നിന്നും PSC ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അത് എങ്ങനെ സോൾവ് ചെയ്യാം, ഹരണം, ഗുണനം, അതുപോലെ അതിൻ്റെ വർഗ്ഗം കാണൽ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയമാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ LGS പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. ചെയ്യാൻ അറിയാത്തവർ, ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്നറിയാത്തവർക്ക് വേണ്ടിയുള്ള ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടു തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ അറിയുന്നവർ മറ്റുള്ളവർക്ക് അറിയാത്തവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ PSC വീഡിയോ ട്യൂട്ടോറിയൽ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ LGS പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന് 0.04 ഇൻറ്റു 0.9 0.04 ഇൻറ്റു 0.9. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ദശാംശ ഭാഗങ്ങൾ സ്ഥാനങ്ങളിൽ നിന്ന് ആ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ഒരു 4 ഇൻറ്റു 9 പൂജ്യങ്ങൾ ദശാംശം പറ്റേ ഒഴിവാക്കുക, ആ പൂർണ്ണ സംഖ്യ ആക്കുക, സംഖ്യ ഗുണിക്കുക. ഇപ്പോൾ 4 ഇൻറ്റു 9 എത്ര നോക്കുക. 4 ഇൻറ്റു 9, 4 ഇൻറ്റു 2 18, 18 ഇൻറ്റു 18 ഇൻറ്റു 2 36. 36 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എത്ര സ്ഥാനമുണ്ട്, ദശാംശ സ്ഥാനം എത്ര ഉണ്ട് നോക്കാം. മൊത്തത്തിൽ ഇവിടെ 1, ഇവിടെ 2 പ്ലസ് 3 ദശാംശ സ്ഥാനങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ ഉത്തരം എഴുതും. അപ്പോൾ ഇവിടെ വരുന്നത് 36 1, ഇവിടെ 2 ഇനി ഒരു 0, അപ്പോൾ 3 ഇനി പോയിന്റ് 0.036 ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗുണനത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ആ ദശാംശ സ്ഥാനം ഒഴിവാക്കിയ ശേഷം ഗുണിച്ചിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട്, ഇവിടെ 3 സ്ഥാനങ്ങൾ, ആ 3 സ്ഥാനത്തിന് കണക്കാക്കിയിട്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 ഇൻറ്റു 0.8 ഇൻറ്റു 1.1 ഇൻറ്റു 0.2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്ന എത്ര നോക്കാം. 8 ഇൻറ്റു 11 ഇൻറ്റു 2 ചെയ്യാം. ആ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 2 ഇൻറ്റു 8 16, 16 ഇൻറ്റു 11, 16 ഇൻറ്റു 10 160, 160 പ്ലസ് 16 176 കിട്ടി. നമുക്ക് 176 ടോട്ടൽ കിട്ടിയത്. ഇനി നമ്മൾ നോക്കുക എത്ര ദശാംശ സ്ഥാനങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ 3 ദശാംശ സ്ഥാനം ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.176. അപ്പോൾ ഇതിനും ഉത്തരമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.6 ഇൻറ്റു 0.2, 0.6 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 2 നോക്കുക 12. ഇനി എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. അപ്പോൾ 0.12. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ശ്രദ്ധിക്കുക. അറിയാത്തവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 0.001 ഇൻറ്റു 0.1 ഇൻറ്റു 0.001. അപ്പോൾ നമുക്കറിയാം 1 കൊണ്ട് എത്ര 1 ഇൻറ്റു 1 തന്നെയാണ്. അപ്പോൾ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പോൾ 1 ഇവിടെ കിട്ടി. ഇനി നമ്മൾ ചോദിക്കുക എത്ര ദശാംശ സ്ഥാനമുണ്ട്. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 3. മൊത്തം നമുക്ക് കിട്ടുന്നത് 6 ദശാംശ സ്ഥാനമാണ്. അപ്പോൾ ഇവിടെ 1 കിട്ടി. 2, 3, 4, 5, 6. 2, 4, 6. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 0.000001. അപ്പോൾ ഇത്തരം ഗുണനത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ദശാംശ സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ, നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഹരണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ദശാംശ ബിന്ദുക്കൾ ഒഴിവാക്കിയ ശേഷം സംഖ്യകൾ തമ്മിൽ ക്രിയ ചെയ്യുക. ആ ക്രിയ ചെയ്യുമ്പോൾ 144 ഹരിക്കണം 12. ഇവിടെ 144 ഹരിക്കണം 12 എന്ന് വരും. അത് നമുക്കറിയാം 12 ആണ്. 144 12 തവണയാണ്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ അംശവും ഛേദവും. അംശത്തിൻ്റെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് നോക്കുക. ഇവിടെ 3 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അതുപോലെ ഛേദത്തിൽ 2 ദശാംശ സ്ഥാനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അംശത്തിൽ നിന്നും ഛേദം കുറക്കുക.
അംശത്തിൽ നിന്നും ഛേദം കുറച്ച് കഴിഞ്ഞിട്ടുള്ള എത്ര സ്ഥാനം നമുക്ക് കിട്ടും ആ സ്ഥാനം ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ 3 - 2 കിട്ടുക 1. അപ്പോൾ ഇവിടെ 1 ഇപ്പുറത്തൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 1.2 ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 0.169 ഹരിക്കണം 0.013. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഒഴിവാക്കുക. അതിനുശേഷം 169 കിട്ടും ഹരിക്കണം 13. നമുക്കറിയാം 13 169 13 തവണയാണ് 13 × 13 169 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 13 കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അംശത്തിൽ നിന്നും എത്ര സംഖ്യകളുണ്ടോ, എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതും ഛേദത്തിൽ ദശാംശ സ്ഥാനങ്ങൾ നോക്കുക. അവിടെ വരുന്നത് 3 3 വരുന്നത്. അപ്പോൾ അവിടെ 0 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 13 തന്നെയാണ്. ഇനി അടുത്തൊരു കേസ് നോക്കാം. 14.4 ഹരിക്കണം 0.12 0.12 അത് ഹരിക്കുമ്പോൾ നമുക്ക് 144 കിട്ടുന്നത് 12. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ അംശത്തിൽ 1 ഛേദത്തിൽ 2 സ്ഥാനങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അംശത്തിൽ കുറവും ഛേദത്തിൽ കൂടുതലും വരുമ്പോൾ എത്ര സ്ഥാനത്തിൻ്റെ കുറവാണോ അത്രയും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2 ഇവിടെ 1 അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. 120 ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.48 ഹരിക്കണം 0.0002. അപ്പം ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം. 48 എത്ര 2 ഉണ്ട്? 24 2കളാണുള്ളത്. ഇനി നമുക്ക് നോക്കാം എത്ര ഇവിടെ അംശത്തിൽ വരുന്നത് 2ഉം ഛേദത്തിൽ 2 4 ദശാംശങ്ങളാണ് വരുന്നത്. ഇനി നമ്മൾ ഇവരുടെ വ്യത്യാസം എത്ര നോക്കാം. 2 അപ്പോൾ 2 0 നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹരണത്തിൽ നിന്നും വരുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി ദശാംശ സംഖ്യകൾ തമ്മിലുള്ള വർഗവും വർഗമൂലവും എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 0.5 സ്ക്വയർ 0.5 സ്ക്വയർ എത്ര. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5 സ്ക്വയർ എടുത്തതിന് ശേഷം ഇവിടെ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിൻ്റെ ഡബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 5 സ്ക്വയർ 25. അപ്പോൾ ഇവിടെ 1 അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 2 ദശാംശ സംഖ്യ തമ്മിലുള്ള 0.25 ഇതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ ഇവിടെ 0.25 സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 25 സ്ക്വയർ എടുക്കുക. ഈ ദശാംശ ബിന്ദു ഒഴിവാക്കിയുള്ള അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ 625 നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 625 ഇവിടെ 2 ദശാംശ സ്ഥാനങ്ങളാകുമ്പോൾ ഇവിടെ അതിൻ്റെ ഡബിൾ ആകുമ്പോൾ 4 വരണം. അപ്പോൾ 625 ഇപ്പുറത്തൊരു 0 ഇട്ടിട്ട് അപ്പോൾ ഉത്തരം 0.0625 എന്ന് കിട്ടും. അതുപോലെ തന്നെ വർഗ്ഗമൂലം കാണാം. വർഗ്ഗമൂലം കാണാൻ 6.25 റൂട്ട് 6.25 റൂട്ട് കാണുമ്പോൾ നമ്മൾ ആ ഒരു ദശാംശ ബിന്ദു ഒഴിവാക്കി 625 റൂട്ട് എത്ര നോക്കാം. 625 റൂട്ട് നമ്മൾ 25. അപ്പോൾ 25 ഇടുമ്പോൾ ഇവിടെ 2 ദശാംശ സ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പകുതി 1 ദശാംശ സ്ഥാനമുണ്ട്. അപ്പോൾ 2.5. അതുപോലെ തന്നെ ഇവിടെ പോയി വരുമ്പോൾ 625 0.0625 റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് ഇവിടെ 625 റൂട്ട് നമ്മൾ 25 കിട്ടി. ഇനി ഇവിടെ എത്ര സ്ഥാനം ഉണ്ട്? 2 4 സ്ഥാനമാകുമ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ടുള്ള ഇടുക. അപ്പോൾ ഇവിടെ 2 സ്ഥാനം ഇവിടെ ഇടുക 0.25. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദശാംശം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡെയിലി വീഡിയോ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.